ഇന്ന് നമ്മൾ പോകുന്നത് വളരെ പുരാതനമായ എന്നാൽ ഇപ്പോഴും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു രഹസ്യത്തിലേക്കാണ്. ഏനോക്കിന്റെ പുസ്തകത്തിലെ ശക്തമായ ഉപമകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒരുപക്ഷെ നീതിയെയും ഈ പ്രപഞ്ചത്തെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ അത് മാറ്റിമറിച്ചേക്കാം. ഈ വാക്കുകളോടെയാണ് എല്ലാം തുടങ്ങുന്നത്. ഇതൊരു സാധാരണ കഥയല്ല, മറിച്ച് ഇതിനു മുമ്പ് ആരും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ജ്ഞാനം കേൾക്കാനുള്ള ക്ഷണമാണ്. ആത്മാക്കളുടെ കർത്താവ് തന്നെ നേരിട്ട് വെളിപ്പെടുത്തുന്ന ഒരു രഹസ്യം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ, നിങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നു, പെട്ടെന്നൊരു വലിയ ചുഴലിക്കാറ്റ് നിങ്ങളെ ആകാശത്തിന്റെ അറ്റത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണ് നമ്മുടെ വഴികാട്ടിയായ ഏനോക്കിന് സംഭവിക്കുന്നത്. ആ അവിശ്വസനീയമായ യാത്രയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഏനോക്ക് അവിടെ കാണുന്ന ലോകമുണ്ടല്ലോ, അത് നമ്മൾ ജീവിക്കുന്ന ലോകം പോലെയല്ല. അതൊരു വിശുദ്ധ സ്ഥലമാണ്. അവിടെ നീതി വെള്ളം പോലെ ഒഴുകി പറക്കുന്നു. മാലാഖമാർ നമുക്ക് വേണ്ടി, അതായത് ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കു വേണ്ടി നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാക്കളുടെ കർത്താവിന്റെ സിംഹാസനത്തിന് ചുറ്റുമായിട്ട് ഏനോക്ക് 4 പേരെ കാണുകയാണ്. ഇവര് വെറും മാലാഖമാരല്ല, സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരൊക്കെയാണ് ഈ 4 പേരെന്ന് നോക്കാം. 1. കരുണയുടെയും ക്ഷമയുടെയും പ്രതീകമായ മിഖായേൽ. 2. രോഗശാന്തി നൽകുന്ന റഫായേൽ. 3. എല്ലാ ശക്തികളുടെയും അധിപനായി നിയമിക്കപ്പെട്ട ഗബ്രിയേൽ. പിന്നെ നമുക്ക് പ്രത്യാശ നൽകുന്ന ഫാനുവേൽ. ഇവരോരോരുത്തരും ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റാതെ നോക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഈനോക്കിന്റെ ഈ യാത്ര മാലാഖമാരെയും കടന്നു മുന്നോട്ടു പോവാണ്, പ്രപഞ്ചത്തിന്റെ തന്നെ ആഴങ്ങളിലുള്ള രഹസ്യങ്ങളിലേക്ക്. സ്വർഗത്തിലെ ആരും കാണാത്ത നിഗൂഢതകൾ ഒന്നൊന്നായി ഏനോക്കിനു മുന്നിൽ തെളിയാണ്. കാറ്റിനെങ്ങനെയാ അതിന്റെ വഴി കിട്ടുന്നത്? ഈ മേഘങ്ങളൊക്കെ എവിടെ നിന്നാ വരുന്നത്? സൂര്യനും ചന്ദ്രനുമൊന്നും വഴി തെറ്റാതെ കറങ്ങുന്നതെങ്ങനെയാണ്? അങ്ങനെയുള്ള വലിയ വലിയ പ്രപഞ്ച രഹസ്യങ്ങളാണ് ഏനോക്ക് മനസ്സിലാക്കുന്നത്. എല്ലാം ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് അവന് ബോധ്യപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കാണിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നാണ് ഈ ദർശനം ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന, ഭൂമിയിൽ അവസാനത്തെ നീതി നടപ്പാക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളിലേക്ക്. മനുഷ്യപുത്രൻ എന്നാണ് ഈ ദർശനത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. ഒരു നിഗൂഢമായ രൂപം. അപ്പോൾ സ്വാഭാവികമല്ലേ ഏനോക്കിനും അറിയണം ആരാണിയാൾ, എന്താണ് ഇദ്ദേഹത്തിന്റെ ദൗത്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ശക്തിക്കല്ല, നീതിക്കാണ് പ്രാധാന്യം. ഈ ലോകമുണ്ടാകുന്നതിനും എത്രയോ കാലം മുൻപേ ആത്മാക്കളുടെ കർത്താവ് ഈ വ്യക്തിയെ തെരഞ്ഞെടുത്തിരുന്നു. മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താനും നീതിമാന്മാർക്കൊരു വെളിച്ചമാകാനുമാണ് അവൻ വരുന്നത്. അദ്ദേഹത്തിന് 2 വശങ്ങളുണ്ട്. നീതിയുടെ വഴിയിൽ നടക്കുന്നവർക്ക് അവർ വീഴാതിരിക്കാനുള്ള ഒരു താങ്ങും തണലുമാണ് അദ്ദേഹം. എന്നാൽ ഈ ലോകം ഭരിക്കുന്ന അഹങ്കാരികളായ രാജാക്കന്മാർക്കും ശക്തർക്കും അവരുടെ സിംഹാസനങ്ങൾ വരെ പിഴുതെറിയുന്ന ഒരു കൊടുങ്കാറ്റായിരിക്കും അദ്ദേഹം. അപ്പോ ന്യായാധിപൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയെന്താ സംഭവിക്കാൻ പോകുന്നേ? ആ വലിയ ന്യായവിധി ദിവസം, ദർശനം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കിയാണ്. ലോകം മുഴുവൻ വിറച്ചുപോകുന്ന ആ നിമിഷം. സങ്കൽപ്പിക്കുക, കാലങ്ങളുടെ അധിപൻ ആ വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു. കോടിക്കണക്കിന് ദൂതന്മാർ ചുറ്റുമുണ്ട്. എന്നിട്ട് ജീവന്റെ പുസ്തകങ്ങൾ ഓരോന്നായി തുറക്കുന്നു. ഓരോ മനുഷ്യന്റെയും ഓരോ പ്രവൃത്തിയും, അവർ മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ പോലും അവിടെ വിചാരണ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഭൂമിയില് വലിയ അധികാരം കൈയാളിയിരുന്ന, തങ്ങളുടെ സ്വർണത്തിലും പണത്തിലും അഹങ്കരിച്ചിരുന്ന ആ രാജാക്കന്മാരുണ്ടല്ലോ, അവരുടെ മുഖം പേടികൊണ്ട് വിളറി വെളുക്കുകയാണ്. അവർ പുച്ഛിച്ചു തള്ളിയ ആ ദൈവീക ശക്തിയുടെ മുന്നിൽ നിൽക്കാൻ പോലും അവർക്ക് കെൽപ്പില്ലാതാകുന്നു. അവരെയൊക്കെ ശക്തിയും പവറുമെല്ലാം എത്ര നിസ്സാരമാണെന്ന് നോക്കിക്കേ. ഒരു തീയുടെ മുന്നിൽ വെച്ച മെഴുകുപോലെയാണ് അവർ ഉരുകിയില്ലാതാകുന്നത്. ഇരുമ്പിന്റെ മലകൾ പോലും ആ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ മുന്നിൽ ഒന്നുമല്ലാതായി മാറുന്നു. അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. കത്തിജ്വലിക്കുന്ന തീയുടെ ഒരു വലിയ താഴ്വര അവർക്കായി തുറക്കപ്പെടുന്നു. പാതാളം അതിന്റെ വാ പിളർന്ന് അവരെ അങ്ങ് വിഴുങ്ങുകയാണ്. അതാണ് അവരുടെ അവസാന വിധി. പിന്നീടൊരു തിരിച്ചുവരവില്ല. ഈ ന്യായവിധി മനുഷ്യർക്കു മാത്രമല്ലാട്ടോ. പുരാതന കാലത്തെ ഭീകരന്മാരായ 2 ജീവികളും ആ വിധി നേരിടുന്നുണ്ട്. കടലിന്റെ അധിപനായ ലിവ്യാദാനെയും കരയിലെ ഭീമാകാരനായ ബെഹമോത്തിനെയും എന്നേപ്പുമായി പിരിക്കുന്നു. അവരുടെ ഭീകരവാഴ്ചയ്ക്ക് അവിടെ തിരശ്ശീല വീഴുന്നു. പക്ഷേ
ഈ ന്യായവിധിക്ക് ശേഷം വരുന്നത് ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ആ ന്യായവിധിയുടെ തീ കെട്ടടങ്ങുമ്പോൾ നാശമല്ല, മറിച്ച് തിന്മയില്ലാത്ത പൂർണ്ണമായും രൂപാന്തരം പ്രാപിച്ച ഒരു പുതിയ ലോകമാണ് വരുന്നത്. അതായത് പഴയതെല്ലാം മാറി പുതിയതൊന്നു വരികയാണ്. പഴയ ആകാശവും ഭൂമിയും മാറി ദൈവമെല്ലാം പുതിയതാക്കുന്നു. ഈ പുതിയ ലോകമായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എന്നത്തേക്കുമുള്ള വീട്. പാപികളും ദുഷ്ടരുമൊന്നും പിന്നെ ഓർമ്മയിൽ പോലും ഉണ്ടാകില്ല. അവരുടെ കഷ്ടപ്പാടിന്റെ കാലമെല്ലാം കഴിഞ്ഞു. അവർക്ക് ജീവന്റെ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കുകയാണ്. ദുഃഖം കൊണ്ട് താഴ്ന്നുപോയ അവരുടെ മുഖങ്ങൾ സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നു. ആ മഹത്വം ഒരിക്കലും മങ്ങില്ല. കാലത്തിനു പോലും അതിനെ മായ്ക്കാൻ കഴിയില്ല. അങ്ങനെ അവസാനം വരുന്നത് ഇരുട്ടേയില്ലാത്ത ഒരു ലോകമാണ്. അവിടെ നീതിമാന്മാർ സൂര്യനെപ്പോലെ പ്രകാശിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവസാനമില്ലാത്ത ജീവിതം ലഭിക്കും. അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും പിന്നെ ഒരവസാനവും ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കും അല്ലേ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ദർശനങ്ങൾ ഇന്നും നമ്മുടെ എല്ലാ മനസ്സിൽ തട്ടുന്നത്? ഒരുപക്ഷെ നമ്മുടെയെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുള്ളതുകൊണ്ടാവാം. തിന്മ എന്നെന്നും നിലനിൽക്കില്ലെന്നും അവസാനം നീതി തന്നെ ജയിക്കുമെന്നുമുള്ള ഒരു വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷയുടെ ശബ്ദമാണ് ഈ പുരാതന വാക്കുകളിലൂടെ നമ്മൾ ഇന്നും കേൾക്കുന്നത്.